140 കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയിൽ 65% കർഷകരാണ്. ഈ കർഷകരെ ദ്രോഹിക്കുന്ന വിത്ത് ബില്ലിനെതിരെ രാജ്യവ്യാപകമായി സമരം നടത്തുമെന്ന് കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൂക്കേരി. വിത്തിന്റെ ഉടമസ്ഥാവകാശം മോദി സർക്കാർ കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്നും അത് കർഷകരുടെ ആണെന്നുമുള്ള ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പും നമ്മുടെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി സഖാവാണ്. സഖാവ്, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ മോദി സർക്കാരിന്റെ ഈ കർഷകദ്രോഹ വിരുദ്ധ നയങ്ങൾ നമ്മൾ നോക്കിക്കാണുന്നത്? അതിനുള്ള ഡൽഹി മാർച്ച് ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കാർഷിക മേഖലയെ പൂർണ്ണമായി അവഗണിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവില് കാർഷിക മേഖലയിൽ ചർച്ച ചെയ്യുന്നത് വിത്ത് ബില്ലാണ്. ആ വിത്ത് ബില്ല് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കോർപ്പറേറ്റ് വൽക്കരണമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 140 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്തെ 65-68% കാർഷിക മേഖലയിലുള്ളവരാണ്. ആ കൃഷി വളർന്നു വന്നിട്ടുള്ളത് തനതായ വിത്തുകളുണ്ട്, തനതായ കൃഷി രീതിയുണ്ട്. ആ കൃഷി രീതിയെ ശാസ്ത്രീയമായി വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം കൃഷിക്കാരുടെ പരമ്പരാഗതമായ വിത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥക്കും മണ്ണിന് അനുയോജ്യമായിരിക്കണം. അതിവിടെ വികസിച്ചിട്ടുണ്ട്. ആ വിത്തുകളുടെ കുത്തക കോർപ്പറേറ്റ് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പനിവൽക്കരിക്കുകയാണ് കൃഷി. അപ്പോൾ കമ്പനിവൽക്കരിക്കുക എന്ന് പറയുമ്പം അതിന്റെ അടിസ്ഥാനം വിത്ത് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ, പരമ്പരാഗതമായ വിത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ സാധ്യതയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ വിത്തിനെ ആശ്രയിച്ചിട്ട് കൃഷിക്കാർ ഈ കമ്പനികളുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. അതെ, പുനരുൽപാദനം ഇല്ല. വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിത്ത് ഉണ്ടാവില്ല. ആ വിത്ത് കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് പോയി കമ്പനിയുടെ കയ്യിലേ ഉള്ളൂ. ആ രീതിയിലേക്ക് പോവുകയാണ്. അതിനർത്ഥം ഇന്ത്യയുടെ കാർഷിക മേഖലയെ കൈയടക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, വിത്ത് കൈയടക്കുന്നത് ലോകത്തിലെ ആയുധം കൊണ്ട് മാത്രം ജനങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. 800 കോടിയിലധികം ജനങ്ങളുണ്ട്. ആ 800 കോടിയിലധികം ജനങ്ങൾക്ക് ഭക്ഷണം ആവശ്യമല്ലേ? അരി വേണം, ഗോതമ്പ് വേണം, പയറുവർഗ്ഗങ്ങൾ വേണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ വേണം, പാല് വേണം, മാംസം വേണം, മുട്ട വേണം, ഇതൊക്കെ വേണമല്ലോ. ഇതിന്റെ എല്ലാ ഉറവിടങ്ങളെ തുടക്കം വിത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിന്റെ നിയന്ത്രണം കുത്തക കമ്പനിയുടെ കയ്യിൽ വരും. അതിന്റെ ശ്രമമാണ് നടക്കുന്നത്. അത് അജണ്ട വെച്ച് കുറെ കാലമായി നീങ്ങാണ്. ഇപ്പം ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യയിലാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. BJP ഗവൺമെന്റ് അവർ ആസൂത്രണം ചെയ്യുകയാണ്. അത് കാർഷിക മേഖലയിൽ ഇപ്പം കാർഷിക പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്ന സമരങ്ങളൊക്കെ വലിയ സമരങ്ങളാണല്ലോ. ആ നിയമങ്ങൾ വലിയ സമരങ്ങളാണല്ലോ. ആ സമരങ്ങളിൽ ഗവൺമെന്റ് ഒന്ന് നിലച്ചുപോയി, സ്തംഭിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പ്രതിഷേധം കണ്ടപ്പോൾ. അന്ന് പിൻവലിച്ചെങ്കിലും വീണ്ടും പുതിയ രീതിയിൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവര് അവകാശപ്പെടുന്നത് യഥാർത്ഥ ഉപഭോക്താവ് കർഷകന്റെ തന്നിൽ എത്തുന്ന തരത്തിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് നമ്മളെ ജനങ്ങൾ അവരതിനെ വിശദീകരിക്കേണ്ടത്. എന്തിനാണ് ഈ വിത്തിന്റെ അവകാശം കൃഷിക്കാരിൽ നിന്ന് തട്ടിയെടുക്കുന്നത്? എന്തിനാണ് കമ്പനികളിലേക്ക് കൊണ്ടുപോകുന്നത്? അതാണ് ചോദ്യം. കൃഷി ചെയ്യാനുള്ള അവകാശം കൃഷിക്കാരന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കാർഷിക നിയമങ്ങൾ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ അത് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ പുതിയ രൂപത്തിൽ വരികയാണ്. അത് കൃഷിയുടെ ഉറവിടത്തിൽ നിന്ന് തന്നെ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ കൃഷിക്കാരെ മാറ്റുകയാണ്. വിത്തില്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ, കമ്പനികളെ ആശ്രയിക്കണ്ടേ. ആ രീതിയിലാണ് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിനെതിരായിട്ടാണ് ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ഇതിനെതിരെ എങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തൊഴിലാളി സംഘടനകളുമായി ചേർന്നുകൊണ്ട് പണിമുടക്ക് വരുന്നുണ്ട്. അന്ന് രാജ്യവ്യാപകമായി കൃഷിക്കാരുടെ പ്രകടനങ്ങളാണ്. എല്ലാ വിഭാഗം കൃഷിക്കാരും ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ പാവപ്പെട്ട ദരിദ്ര കർഷകരുണ്ട്, ഇടത്തരം കർഷകരുണ്ട്, അതിധനിക കർഷകരുണ്ട്, കുലാക്കുകളായിട്ടുള്ള കർഷകരുണ്ട്, വലിയ കർഷകരുണ്ട്. ഇവരെല്ലാം ഇതിന്റെ ഇരകളാണ്. 10 സെന്റുള്ളവൻ വിത്തിലേക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. 5000-10000 ഏക്കർ ഉള്ളവർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. ഒരു പശുവിന് ഉള്ളവനും പശുവിനെ കറന്ന് ജീവിക്കാൻ കഴിയില്ല. 5000-10000 ഉള്ളവർക്കും പശുവിനെ കറന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിക്കുകയാണ്. കൃഷിക്കാരൊരു വർഗം എന്ന നിലയ്ക്ക് അവരുടെ മുമ്പിൽ ഉയർന്നു വന്ന ഈ വെല്ലുവിളികൾ, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രക്ഷോഭത്തിലാണ്. ആ പ്രക്ഷോഭം രാജ്യത്തുടനീളം നടക്കുകയാണ്. ഇനി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ പണിമുടക്ക്
ആ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ കാർഷിക മേഖലകളിലും എല്ലായിടങ്ങളിലും കൃഷിക്കാർ തൊഴിലാളികളോടൊപ്പം പ്രക്ഷോഭരംഗത്തുണ്ടാവും. പിന്നെ ചില ഗിമ്മുകൾക്ക് ഒപ്പം കേന്ദ്ര സർക്കാർ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ അംഗമായി അത് സമുദ്രോൽപ്പന്നങ്ങളെയും അല്ലെങ്കിൽ കാർഷിക മേഖലയും ഒക്കെ ഗുണപ്രദാനം ചെയ്യുന്നതാണ്. 25 വർഷത്തിന് ശേഷമാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ അംഗമായിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് ആ ഒരു സമൂഹം അതിനെ ആശ്രയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പോളം അതിവിശാലമാണ്. 145 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ കമ്പോളം. അതിൽ തന്നെ ധനികരായിട്ടുള്ള, ഇടത്തരക്കാരായിട്ടുള്ള, അതിധനികരായിട്ടുള്ള ആളുകൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ് നമ്പറിൽ. അവരുടെ കമ്പോളത്തിലേക്ക് വരികയാണ്. അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരുന്നു, അമേരിക്ക രംഗത്ത് വരുന്നു, ലോകത്തിലെ വികസിത രാജ്യങ്ങൾ രംഗത്ത് വരുന്നു. ഇന്ത്യൻ കമ്പോളം, ഇന്ത്യയിലെ ആവശ്യക്കാർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കമ്പനികള്, ഇവിടുത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ മാർക്കറ്റില്ലാതെ ഒരു കമ്പറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇറക്കുമതി ചെയ്യുന്നു. പച്ചക്കറികൾ കയറ്റി അയക്കുന്ന രാജ്യമാണ്. പാല് കയറ്റി അയക്കുന്ന രാജ്യമാണ്. മുട്ട കയറ്റി അയക്കുന്ന രാജ്യമാണ്. ഭക്ഷ്യവിഭവങ്ങളെല്ലാം പലതരത്തിൽ കുക്ക് ചെയ്തതും കുക്ക് ചെയ്യാത്തതുമായ കയറ്റി അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിലേക്ക്, കമ്പോളത്തിലേക്ക് നിർബാധം ഉൽപ്പന്നങ്ങൾ വരുന്നതോടുകൂടി അവർ നമ്മുടെ രാജ്യത്തെ കമ്പോളം കൈവശപ്പെടുത്തും. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ പോലും വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വിദേശത്ത് കൊണ്ടുപോയി കയറ്റുമതി ചെയ്ത് അവരുമായി കോമ്പീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നു. വളരെ പ്രതിസന്ധിയിലാകും. അപ്പം ഇതിനൊക്കെ എതിരെയൊക്കെയായിരിക്കും വരും കാലങ്ങളിൽ. അതിനെതിരായിട്ട് കുറെ കാലമായി തുടങ്ങിയ സമരമാണ്. അത് കൂടുതൽ ശക്തമായിട്ട് യോജിച്ച് എല്ലാവരും അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ കർഷക സമരം കൂടുതൽ എല്ലാവരുമായി യോജിച്ചിട്ട് മുന്നോട്ട് പോകുമെന്നാണ് കിസാൻ സഭയുടെ ആവശ്യം. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനയുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.